ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ട്രേഡ്സ്മാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൻ്റെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് സിമ്പിൾ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ് ആണ്. സോ അതിൽ നമുക്ക് നോക്കാം എന്താണെന്ന്. സോ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്താണെന്ന് ആദ്യം അറിയുക. ഓക്കെ, എന്താണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്? സപ്പോസ് ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു റെക്റ്റാങ്കുലർ ബോഡിയാണ്. ഇതിലേക്ക് ഞാൻ ടെൻസൈൽ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് പി ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഈ ഒരു ബോഡിക്ക് ചില ഡീഫോർമേഷൻസ് സംഭവിക്കും. ഓക്കെ, ഇതിപ്പോൾ ടെൻസൈൽ ഫോഴ്സ് ആയതുകൊണ്ട് ഈ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഇൻക്രീസ് ആവും അല്ലേ. സോ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ ഒരു ബോഡിയിലെന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് ഇൻക്രീസ് ആയി. സോ അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ഡീഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ഒരു ബോഡി ഉണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽസ് തമ്മിലുള്ള കൊഹഷൻ കാരണം ഈ ബോഡി ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഡീഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ അവിടെ എന്ത് ചെയ്യും, ഇൻറ്റേർണലി ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ലെങ്ത് ചേഞ്ച് ആവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യും, അവിടെ ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ ആയിട്ട് ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു ബോഡി ഈ ഒരു ഫോഴ്സിന് എതിരെ എന്ത് ചെയ്യുന്നു, ഒരു റെസിസ്റ്റൻസ് കൊടുക്കുകയാണ് അല്ലേ, ഡീഫോർമേഷനെതിരെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റൻസ് ബൈ വിച്ച് മെറ്റീരിയൽ ഓഫ് ദ ബോഡി ഒപ്പോസസ് ദ ഡീഫോർമേഷൻ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി എന്താണ് സ്ട്രെസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വിത്തിൻ ഇലാസ്റ്റിക് സ്റ്റേജ്, ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്തു, പി എന്നുള്ള ഒരു ലോഡാണ് അപ്ലൈ ചെയ്തത്. സോ ഈ ഒരു പി എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു, റെസിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, കാരണം എന്താണ്, ഈ മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹഷൻ കാരണം അവിടെ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. സോ ഈ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സ്റ്റേജിന് അകത്താണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഓക്കെ, റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽസ്, ഈ ഒരു ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് ലോഡ് ആയിരിക്കും. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ദിസ് റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് സ്ട്രെസ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സ്, അപ്പോൾ ഇവിടെ വിത്തിൻ ഇലാസ്റ്റിക് സ്റ്റേജ് ആണ് എന്താണ് പറഞ്ഞു, റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽസ് അപ്ലൈഡ് ലോഡ്. സോ ദിസ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ദാറ്റ് ഈസ് പി ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ. ഓക്കെ, അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, സ്ട്രെസ്. സിഗ്മ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ. സോ ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ വെറുതെ നമുക്ക് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ അല്ലേ. ഇനി ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ഓഫേർഡ് ബൈ എ ബോഡി എഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ ഈസ് നോൺ ആസ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ്സിന് നമുക്ക് മറ്റൊരു ഡെഫിനേഷനും കൂടി പറയാം. എന്താണ്, ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ഓഫേർഡ് ബൈ എ ബോഡി എഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, സ്ട്രെസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പി എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ്. അതിനെയാണ് ഞാൻ ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൽ. ഇനി അടുത്ത് വരുന്നത് സ്ട്രെയിൻ എന്താണ്. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എൻ്റെ ബോഡിയിൽ ഞാനിങ്ങനെ ഇതാണ് എൻ്റെ റെക്ടാങ്കുലർ ബോഡി, ഇതിലേക്ക് ഞാൻ സപ്പോസ് പി എന്നുള്ള ലോഡ് ഞാൻ കൊടുക്കുവാണ്. ഈ ഒരു ഭാഗം ഞാൻ ഫിക്സഡ് ആക്കി വെക്കുന്നു വയ്ക്കുക. ഓക്കെ, പി എന്നുള്ള ലോഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ്, അതായത് ഈ ഒരു മെറ്റീരിയലിനെ അങ്ങോട്ട് പുറത്തേക്ക് വലിച്ചു നീട്ടാൻ ശ്രമിക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ബോഡിക്ക് കുറച്ച് ഡീഫോർമേഷൻ സംഭവിക്കും അല്ലേ. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് ഇൻക്രീസ് ആവും ആണല്ലോ. ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഡയമെൻഷനിൽ ചെറിയൊരു ചേഞ്ച് വന്നു. ഓക്കെ, സോ വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റ് ടു സം എക്സ്റ്റേണൽ ഫോഴ്സ്, ഇവിടെ എന്ത് ചെയ്തു, ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, അത് സബ്ജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ദർ ഇസ് സം ചേഞ്ച് ഓഫ് ഡയമെൻഷൻ ഓഫ് ദ ബോഡി. അവിടെ എന്ത് ചെയ്യും, ബോഡിയുടെ ഡയമെൻഷനിൽ ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, സോ ഈ ഒരു ചേഞ്ചിനെ ഞാൻ ഡെൽറ്റ എൽ എന്ന് എടുക്കുവാണ്. ഓക്കെ, ഡെൽറ്റ എൽ ആണ് എമൗണ്ട് ആണ് അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത്. ആൻഡ് ഇതിൻ്റെ ഒറിജിനൽ ലെങ്തിനെ ഞാൻ ക്യാപിറ്റൽ എൽ എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ the ratio of change of dimension, that is delta L, of the body to the original dimension is known as strain. അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഇ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെയിനിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഇ. ഓക്കെ അല്ലേ. സോ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സോ ഞാൻ ഇവിടെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ ആയിരുന്നു ഒറിജിനലി. പി എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഡെൽറ്റ എൽ എമൗണ്ട് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് ഇൻക്രീസ് ആയത്. സോ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ എൽ ബൈ എൽ ആണ്.
ഓക്കെ, ഇനി ഇവിടെ നമുക്കറിയാം E = ഡെൽറ്റ എൽ ബൈ എൽ, അതായത് ലെങ്തിൻ്റെ യൂണിറ്റ് ഡിവൈഡ് ബൈ ലെങ്തിൻ്റെ യൂണിറ്റ്. സോ ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇനി ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെയിൻ ആവാം, കംപ്രസീവ് സ്ട്രെയിൻ ആവാം, അല്ലെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിൻ, അല്ലെങ്കിൽ ഷിയർ സ്ട്രെയിൻ ആവാം. ഓക്കെ, ഓരോന്ന് എന്താ നോക്കാം. ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചതാണ് ടെൻസൈൽ സ്ട്രെയിൻ. അതായത് എൻ്റെ ഈ ഒരു ബോഡിയിൽ ഞാൻ എന്ത് ചെയ്തു, പി എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്തു അല്ലേ, ഇവിടെ ഫിക്സഡ് ആണെന്ന് വയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് ഇൻക്രീസ് ആയി. ഓക്കെ, ഈ ഇത്രയും എമൗണ്ട് ഇൻക്രീസ് ആയി. സോ ഇഫ് ദർ ഈസ് സം ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ ബോഡി ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സ്, ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ഇൻക്രീസ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഓഫ് ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഇൻക്രീസ് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ടു ദ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, എൽ ആണ്. സോ ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ഇതെന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ, എന്ത് വിളിക്കാം, ടെൻസൈൽ സ്ട്രെയിൻ. ഇനി നമുക്ക് കംപ്രസീവ് സ്ട്രെയിൻ ഉണ്ട്. ഓക്കെ, കംപ്രസീവ് സ്ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബോഡി, ഇതിലേക്ക് ഞാൻ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ബോഡിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, നേരത്തെ ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, വലിച്ചു നീട്ടുമായിരുന്നു, ഇതിനെന്ത് ചെയ്യും, കംപ്രസ് ചെയ്യാൻ നോക്കുന്നു. സോ ഈ ഒരു ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടല്ലോ, ഇത് കാരണം എന്ത് ചെയ്യും, ഈ ബോഡി എന്ന് പറയുന്നത് കംപ്രസ് ആവും. സോ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുറഞ്ഞു. എത്ര എമൗണ്ട് കുറഞ്ഞു, ഡെൽറ്റ എൽ എമൗണ്ട് കുറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഒറിജിനൽ ലെങ്ത് എൽ ആണെങ്കിൽ സോ ദിസ് ഡിക്രീസിങ് ലെങ്ത് എത്രയാണ് ഇവിടെ, ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, കംപ്രസീവ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കംപ്രസീവ് സ്ട്രെയിൻ എന്ന് വിളിക്കും. ഇനി അടുത്ത് വരുന്നത് വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഒരു വൺ ഡയമെൻഷണൽ കേസായിരുന്നു. അതായത് ഒരു ഭാഗത്തേക്ക് മാത്രം ലെങ്ത് ഇൻക്രീസ് ആവുകയോ ഡിക്രീസ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ 3D ഡയമെൻഷൻ ഞാൻ എടുക്കുമ്പോൾ അതിൻ്റെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെ ഇരുന്ന ഒരു ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കുറേ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഇതെന്ന് പറയുന്നത് കുറച്ച് ചെറുതായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ വോളിയത്തിൽ എന്ത് ചെയ്തു, ചേഞ്ച് വന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ വി ആണ്. അതിൻ്റെ ഒറിജിനൽ വോളിയം എന്ന് പറയുന്നത് വി യു ആണെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിൻ എന്ത് വരും, ഡെൽറ്റ വി ബൈ വി എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി ഷിയർ സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ബോഡി ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഈ ഒരു ബോഡിക്ക് ടാൻജൻഷ്യലായിട്ട് ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ടാൻജൻഷ്യലായിട്ട് ഈ ഒരു സർഫസിന് ടാൻജൻഷ്യലായിട്ട് ഞാൻ ഒരു ഫോഴ്സ് പി അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഇവിടെ എന്തൊരു സ്ട്രെസ് ആയിരിക്കും ഉണ്ടാകുന്നത്, ഷിയർ സ്ട്രെസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഷിയർ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയി അവിടെ ഉണ്ടാകുന്ന ഡീഫോർമേഷനെ നമ്മൾ എന്ത് വിളിക്കും, ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ഞാനപ്പോൾ അവിടെ എങ്ങനെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ഏരിയയ്ക്ക് ടാൻജൻഷ്യലായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ ബോഡിക്ക് ചെറിയൊരു ഡീഫോർമേഷൻ സംഭവിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഡീഫോർമേഷൻ സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഡീഫോർമേഷൻ സംഭവിച്ച് ഈ ഒരു ഇതിലായി. സോ ഇതെന്ന് പറയാം, ഈ ഒരു ആംഗിളിലാണ് അവിടെ വ്യത്യാസം വന്നത് അല്ലേ. ആ ആംഗിൾ ഫൈ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യണേ. ആ ഫൈനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. ദെൻ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് സ്ട്രെസ്സിന് നമുക്ക് മെയിനായിട്ട് സ്ട്രെസ്സിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നോർമൽ സ്ട്രെസ്സും ഉണ്ട്, ഷിയർ സ്ട്രെസ്സും ഉണ്ട്. ഓക്കെ, ഈ നോർമൽ സ്ട്രെസ്സിന് തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്, ടെൻസൈൽ സ്ട്രെസ്സും ഉണ്ട്, കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സ്ട്രെയിനിൻ്റെ കേസിൽ എന്താണോ പറഞ്ഞത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെസ്സിൻ്റെ കേസസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നോർമൽ സ്ട്രെസ് എന്താണെന്ന് നോക്കുക. നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നതാണ് ആക്ട്സ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഏരിയ. ഓക്കെ, സപ്പോസ് ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എന്ന് വയ്ക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ആയിട്ട് ഒരു ലോഡ് പി എന്ന് പറയുന്ന ഒരു ലോഡ് ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മുടെ ആക്ട് ചെയ്യുന്ന ഏരിയ ഏതാണ്, ലോഡ് ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണല്ലേ. അപ്പോൾ ആ ഒരു ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട്, ഓക്കെ, ഇതാണ് ഏരിയ, അതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സസിനെയാണ് നമ്മൾ നോർമൽ സ്ട്രെസ്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ലോഡിൻ്റെ അതേ ഡയറക്ഷനിൽ എന്തുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഡ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്,
ഈ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സാണ് എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ് എന്ന് പറയും. ഇനി നോർമൽ സ്ട്രെസ്സിൽ തന്നെ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞു, കംപ്രസീവ് സ്ട്രെസ് ഉണ്ടെന്ന്. ടെൻസൈൽ സ്ട്രെസ് എന്ന് എന്താണ്? ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ബോഡി വെൻ സബ്ജക്റ്റ് ടു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾസ്. ഓക്കെ, അതായത് എൻ്റെ ബോഡി ഇതാണ്. ഓക്കെ, എൻ്റെ ബോഡി ഇതാണ്. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾസ്. പുള്ളി എന്ന് പറഞ്ഞാൽ വലിക്കുക, രണ്ട് സൈഡിൽ നിന്ന് ഞാൻ വലിക്കുകയാണ്, പി എന്നുള്ളൊരു ലോഡ് കൊടുത്ത് വലിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ലെങ്ത് ആണല്ലോ. ആ ഒരു ലെങ്തിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് എന്തെന്ന് പറയുന്നത്? ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ഏതാണ്? ടെൻസൈൽ സ്ട്രെസ്. ഇനി ദ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് തന്നെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെയിൻ. അതായത് ഇവിടെ ടോട്ടൽ ഇൻക്രീസ് ഇൻ ലെങ്ത്. ഓക്കെ, ഡെൽറ്റ L1, ഇത് ഡെൽറ്റ L2. സോ ഡെൽറ്റ L ടോട്ടൽ ചേഞ്ചിങ് ലെങ്ത് എത്രയാണ്? ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 ആണ്. സോ ഡെൽറ്റ L ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് എത്രയായിരുന്നു? L ആയിരുന്നു. സോ അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ടെൻസൈൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കുക, ടെൻസൈൽ സ്ട്രെസ് എന്ന് ആക്ട്സ് നോർമൽ ടു ദ ഏരിയ. ഇതാണ് നമ്മുടെ ഏരിയ. ആ ഏരിയക്ക് നോർമൽ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയുടെ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ആ ഒരു ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. സോ ടെൻസൈൽ സ്ട്രെസ് ആക്ട്സ് നോർമൽ ടു ദ ഏരിയ ആൻഡ് ഇറ്റ് പുൾസ് ഓൺ ദ ഏരിയ. ഇത് എന്ത് ചെയ്യുവാണ്? പുള്ളിയല്ലേ, രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്യുവാണ്? വലിക്കുവാണ്. ഓക്കെ, ദെൻ കംപ്രസീവ് സ്ട്രെസ്. കംപ്രസീവ് സ്ട്രെസ് നമ്മളിപ്പോൾ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ബോഡിയിലേക്ക് രണ്ട് ഓപ്പോസിറ്റ് പുഷസ് കൊടുക്കുകയാണ്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുഷസ് കൊടുക്കുകയാണ്. ഓക്കെ, പി എന്നുള്ള ലോഡ് കാരണം അതിനെ പുഷ് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യും? അതിൻ്റെ ലെങ്തിൽ ഡിക്രീസ് ഉണ്ടാവും ആണല്ലോ, ലെങ്തിൽ ഡിക്രീസ് ഉണ്ടാവും. സോ ആ ഒരു ഡിക്രീസിങ് ലെങ്ത് കാരണം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് എന്തെന്ന് പറയുന്നത്? കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, ദെൻ ദ റേഷ്യോ ഓഫ് ഡിക്രീസിങ് ലെങ്ത് ഞാനിപ്പോൾ ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ L ആണ്. ടു ദ ഒറിജിനൽ ലെങ്ത് L ആണെങ്കിൽ അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? കംപ്രസീവ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ട്സ് നോർമൽ ടു ദ ഏരിയ ആൻഡ് ഇറ്റ് പുഷസ് ഓൺ ദ ഏരിയ. ഓക്കെ, എൻ്റെ ഈ ഒരു 3 ഡയമെൻഷൻ ഫിഗർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു ഏരിയയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പി എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ പുഷ് ചെയ്യുവാണ് ഈ ലോഡ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സും എന്ത് ചെയ്യും? അവിടേക്ക് പുഷ് ചെയ്യും. ആ ഒരു ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യുവാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ആക്ട്സ് നോർമൽ ടു ദ ഏരിയ. ഈ ഏരിയയ്ക്ക് എന്താണ്? നോർമലായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ്സാണ്. ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ബോഡി വെൻ സബ്ജക്റ്റ് ടു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിച്ച് ആർ ആക്ടിങ് ടാൻജൻഷ്യലി അക്രോസ് ദ റെസിസ്റ്റിംഗ് സെക്ഷൻ. ഓക്കെ, അതായത് സപ്പോസ് ഇതാണ് നമ്മുടെ ഒരു ബോഡി. ഓക്കെ, ഈ ഒരു ബോഡിയിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് പി എന്നുള്ള ഫോഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബോഡി എന്ത് ചെയ്യും? ഈ ഒരു ഏരിയ ഇവിടെ ഈ ഭാഗം ഫിക്സഡ് ആണെന്ന് വയ്ക്കുക. ഓക്കെ, ഈ ഒരു ഭാഗം വെച്ചിട്ട് എന്ത് ചെയ്യും? ഷിയർ ഓഫ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഷിയർ ഓഫ് ചെയ്യുന്നത്. ഓക്കെ, ഷിയർ ഓഫ് ചെയ്യും, അതായത് തെന്നി മാറും കുറച്ച്. ഓക്കെ, അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിനെ നമ്മൾ എന്ത് വിളിക്കും? ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കും. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു ആംഗിൾ അല്ലേ, അതിനെ ഞാൻ ഫൈ എന്ന് എടുക്കാം. ഇവിടെ ഒരു ആംഗിൾ ചേഞ്ച് ആണ് സംഭവിച്ചത്. സോ നമ്മുടെ ഷിയർ സ്ട്രെയിൻ ഫൈ എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മുടെ ഇതിൻ്റെ ഒറിജിനൽ ഹൈറ്റ് എന്ന് പറയുന്നത് H ആണ്. ആൻഡ് ഈ ഒരു ചേഞ്ച് ഉണ്ടായില്ലേ, അതിനെ ഞാൻ DL എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഷിയർ സ്ട്രെയിൻ എന്താണ്? DL/H ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പഠിച്ചത്? സ്ട്രെസ്, അതായത് ഈ ഒരു ബോഡിക്ക് ടാൻജൻഷ്യലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഞാൻ അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യും? അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു സെക്ഷൻ അക്രോസ് ആയിട്ട് അതെന്ത് ചെയ്യും? ഷിയർ ഓഫ് ആവും. അപ്പോൾ ആ ഷിയർ ഓഫ് ആവുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആംഗുലർ ചേഞ്ച് ഉണ്ടായി. ആ ആംഗുലർ ചേഞ്ചിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെയിൻ ഫൈ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് H ആണെന്ന് എടുത്തു. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് DL ആണെങ്കിൽ നമ്മുടെ ഫൈ എന്ന് പറയുന്നത് എന്താണ്? DL/H ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.